ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അർദ്ധചാലക രംഗത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യ ഫിലിപ്പീൻസ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 5ാമത് യോഗം ഇന്ന് ഫിലിപ്പീൻസിൽ നടക്കും. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് ഇന്ന് ഗ്രേറ്റർ നോയിഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. അർദ്ധചാലക രംഗത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ മേള സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. അർദ്ധചാലക രംഗത്തെ വിദഗ്ധരും 250-ലധികം പ്രദർശകരും സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ അർദ്ധചാലക നയം ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തുന്ന വേദിയായി സമ്മേളനം മാറുമെന്നാണ് വിലയിരുത്തൽ. ആഗോളതലത്തിൽ അർദ്ധചാലക വ്യവസായ മേഖലയിലെ കമ്പനികളെയും വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സെമികോൺ ഇന്ത്യ എക്സ്പോ ലക്ഷ്യമിടുന്നുണ്ട്. ആഗോള അർദ്ധചാലക മേഖലയുടെ വളർച്ചയിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കുന്നതിനുള്ള വേദി കൂടിയാണ് ഇന്ന് ആരംഭിക്കുന്ന എക്സ്പോ. രാജ്യത്തെ അർദ്ധചാലക ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്ന വിവിധ വശങ്ങളെക്കുറിച്ച് എക്സ്പോയിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിലെ കമ്പനി മേധാവിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള വിഭവങ്ങളുടെ വിനിയോഗം ശാസ്ത്രീയമായി നിരീക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ ശുപാർശ പ്രകാരം രൂപീകരിച്ച അനുസന്ധാൻ ദേശീയ ഗവേഷക ഫൌണ്ടേഷന്റെ ആദ്യ ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗവേഷണം പ്രോത്സാഹിപ്പിക്കും വിധം രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ഗവേഷണ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഡാഷ്ബോർഡ് സജ്ജീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ശാസ്ത്ര ഗവേഷണ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സിവിൽ ഏവിയേഷൻ സംബന്ധിച്ച 2ാമത് ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് ആരംഭിക്കും. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും വ്യോമയാന മന്ത്രാലയവും ചേർന്നാണ് 2 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വിമാനത്താവളങ്ങളുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. പൊതുഭരണ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. വകുപ്പ് സെക്രട്ടറി വി ശ്രീനിവാസ്, സിംഗപ്പൂരിലെ സ്ഥിരം സെക്രട്ടറി ടാൻ ഹി ക്യൂ എന്നിവർ ഭരണ പരിഷ്കാരങ്ങളിലും സാങ്കേതിക വിദ്യയിലും സ്വീകരിക്കേണ്ട സഹകരണ രൂപരേഖ പങ്കുവച്ചു. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ കൂടിക്കാഴ്ചയിൽ സദ്ഭരണത്തിലെയും ഭരണ പരിഷ്കാരങ്ങളിലെയും സംഭവ വികാസങ്ങൾ ഇരുപക്ഷവും പങ്കുവച്ചു. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ത്രിദിന ശില്പശാലയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പട്നയിൽ നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 600-ലധികം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ഫിലിപ്പീൻസ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 5ാമത് യോഗം ഇന്ന് ഫിലിപ്പീൻസിലെ മനിലയിൽ നടക്കും. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന യോഗത്തിൽ സഹാധ്യക്ഷനാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സാമൂഹിക സംരംഭങ്ങൾ ഇന്ത്യൻ ജീവിതശൈലിയുടെ സുപ്രധാന ഭാഗമാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തെ കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെ സാമൂഹിക സംരംഭങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹിക വികസനത്തിലെ സംരംഭകരുടെ ശ്രമങ്ങളെ ശ്രീ ഹർദീപ് സിംഗ് പുരി അഭിനന്ദിച്ചു. 15ാമത് സോഷ്യൽ എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡ് ഇന്ത്യ 2024 ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. യുഎൻ പൊതുസഭയുടെ 79ാമത് സമ്മേളനം ന്യൂയോർക്കിൽ ആരംഭിച്ചു. ആഗോള വെല്ലുവിളികളെ നേരിടാൻ ആഴത്തിലുള്ള അന്താരാഷ്ട്ര സഹകരണത്തിന് സമ്മേളനം ആഹ്വാനം ചെയ്തു. ആഗോള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും യോഗം അഭ്യർത്ഥിച്ചു.
യുഎഇയിൽ ഈ മാസം 1-ാം തീയതി ആരംഭിച്ച 2 മാസത്തെ പൊതുമാപ്പ് പരിപാടിക്ക് വൻ സ്വീകാര്യത. സഹായം ആവശ്യപ്പെട്ടെത്തിയ 1200-ലേറെ പേർക്ക് ദുബായ് കോൺസുലേറ്റ് സഹായം ലഭ്യമാക്കിയതായും 350 പേർക്ക് യാത്രാരേഖകൾ വിതരണം ചെയ്തതായും അധികൃതർ അറിയിച്ചു. പൊതുമാപ്പ് സംവിധാനം ഏറെ സഹായകമായതായി വിസ തട്ടിപ്പിനിരയായ മലയാളി രേഷ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. എന്റെ പേര് രേഷ്മ. ഞാൻ വന്നിട്ട് 6 വർഷമാണ്. വിസിറ്റ് വിസയിൽ 2 വർഷം പുതുക്കി നിന്ന് ജോലി ചെയ്തു. വിസ തട്ടിപ്പിൽ ഇരയായി. 8500 ദിർഹംസും പാസ്പോർട്ടുമായിട്ട് ആള് പോയതാണ്. പിന്നെ ആളുടെ നമ്പർ ഇതെല്ലാം സ്വിച്ച് ഓഫ് ആയി. പൊതുമാപ്പ് വന്ന എല്ലാ സംഘടനകളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ വരാനുള്ള പേപ്പറുകൾ റെഡിയാക്കി തന്നു. വിസ കാലാവധി കഴിഞ്ഞവർക്കും രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്കും താമസം നിയമവിധേയമാക്കാനോ പിഴകളില്ലാതെ സ്വദേശത്തേക്ക് തിരിച്ചുപോകാനോ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യുഎഇ സർക്കാർ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി അടുത്ത മാസം 30 വരെ തുടരും. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 2745 കോടി രൂപയുടെ ഗഡു ഈ മാസം 15-ന് ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. എല്ലാ ഗുണഭോക്താക്കൾക്കും അംഗീകാര പത്രിക നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയെന്നും ശ്രീ ചൌഹാൻ അഭിപ്രായപ്പെട്ടു. 2024 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇന്ത്യയുടെ കൽക്കരി ഉൽപാദനം 38.4 കോടി ടൺ ആയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 36.111 കോടിയായിരുന്നതായും 6% വർധനവുണ്ടായതായും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ കൽക്കരി ഉൽപാദനം കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി പുരോഗതി കൈവരിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കി വരുന്ന ബൃഹത് പദ്ധതിയാണ് ഓണത്തിനൊരു മുറം പച്ചക്കറി. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് മലേഷ്യയെ നേരിടും. ആദ്യ മത്സരത്തിൽ ചൈനയെയും തുടർന്ന് ജപ്പാനെയും ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. മികച്ച 4 ടീമുകൾ ഈ മാസം 16-ന് നടക്കുന്ന സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. സെപ്റ്റംബർ 17-നാണ് ഫൈനൽ. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പ്യാഡിന് ബുഡാപെസ്റ്റിൽ ഇന്ന് തുടക്കമാകും. 12 ദിവസം നീണ്ടുനിൽക്കുന്ന ബിനാലെയിൽ 1800-ലധികം കളിക്കാർ പങ്കെടുക്കും. ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷ്, അർജുൻ എറിഗേസി, ആർ പ്രജ്ഞാനന്ദ തുടങ്ങിയവർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ വിഭാഗത്തിൽ ദ്രോണവല്ലി ഹരികയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണ് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത്. പാരീസ് പാരാലിമ്പിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരികെയെത്തിയ ഇന്ത്യൻ സംഘത്തെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആദരിച്ചു. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് 75 ലക്ഷം രൂപ വീതവും വെള്ളി മെഡൽ ജേതാക്കൾക്ക് 50 ലക്ഷം രൂപ വീതവും വെങ്കല മെഡൽ ജേതാക്കൾക്ക് 30 ലക്ഷം രൂപ വീതവും പുരസ്കാരങ്ങൾ കൈമാറി. സാങ്കേതിക വിദ്യയുടെ വികസനം വർദ്ധിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫാക്ടറികൾ സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ AI സംരംഭങ്ങളുമായി ബന്ധിപ്പിച്ച് പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം സൃഷ്ടിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. യുഎഇയുമായുള്ള ബന്ധം രാജ്യത്തിന് അഭിമാനവും അയൽരാജ്യങ്ങളെ മോഹിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ ആരംഭിച്ച യുഎഇ ഇന്ത്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, യുഎഇയിലെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവർ ഫോറത്തിൽ സന്നിഹിതരായിരുന്നു. വ്യാപാര സംബന്ധമായ 2 കരാറുകളുടെ പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. യുഎന്നിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച് ഇന്ത്യ. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. സുരക്ഷാ കൌൺസിലിലെ ഭിന്നതകൾ സമാധാന ശ്രമങ്ങളെ ബാധിക്കുന്നതായും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരാംഗമായി പുതിയതായി നിയമിതനായ പി ഹാരിഷ് നടത്തിയ ആദ്യ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏറ്റവും വലിയ നാവിക അഭ്യാസമായ ഓഷ്യൻ 2024-ന് തുടക്കം കുറിച്ച റഷ്യൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും പ്രവർത്തനക്ഷമതയും യുദ്ധസന്നദ്ധതയും വിലയിരുത്തുന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അർദ്ധചാലക രംഗത്തെ ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സെമികോൺ ഇന്ത്യ എക്സ്പോ മാർട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യ ഫിലിപ്പീൻസ് സംയുക്ത പ്രതിരോധ സഹകരണ സമിതിയുടെ 5ാമത് യോഗം ഇന്ന് ഫിലിപ്പീൻസിൽ നടക്കും. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും.
ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.